ഹലോ ഹലോ, ചന്ദ്രമോഹനല്ലേ? അതെ, ആ മോളിസെ പറയൂ, ചന്ദ്രമോഹനാണ്. ഇത് താമരക്കുടി പോലീസ് സ്റ്റേഷനിൽ നിന്നാ. തന്റെ വണ്ടി നെടുവത്തൂർ ബാറിനടുത്ത് ഒരാൾ ഇടിച്ചിട്ടിട്ട് നിർത്താണ്ട് പോയിട്ടുണ്ടല്ലോ. അയ്യോ, അത് ഞാനായിരിക്കുമല്ലോ കേട്ടോ. ബാറിൻ്റെ ആ സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടില്ലല്ലോ. തന്റെ അല്ലേ ഈ KL 242769 ഒരു ബ്രൗൺ എസ്റ്റിലോ? അത് പറ. അതെ, ഞാനൊരു പാർട്ടിക്ക് റെന്റിന് കൊടുത്തിരിക്കുകയാണ്. ആരാ ഈ പാർട്ടി? അത് ചവറയിലൊരു സാബമാണ് മാഡം. താൻ അയാളുടെ നമ്പർ എനിക്ക് മെസ്സേജ് ചെയ്തിട്. എന്നിട്ട് ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് പോര്. അയ്യോ മാഡം, ഇന്നെൻ്റെ വീട്ടിലേ ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ടേ, അപ്പോൾ അതുകൊണ്ട്. നീ അങ്ങനെ ഒറ്റയ്ക്ക് ഒരു സെലിബ്രേഷൻ ഉണ്ടാക്കണ്ട. 1 മണിക്കൂറിനുള്ളിൽ സ്റ്റേഷനിലെത്തിയിരിക്കണം. അതോ ഞാൻ ഇനി പോലീസ് വണ്ടി അയക്കണോ? വേണ്ട മാഡം, ഞാൻ വണ്ടി വിളിച്ച് വന്നോളാം. വന്നാൽ തനിക്ക് കൊള്ളാം. ചേട്ടാ, ഈ കുരുങ്ങി ലവ് ചെയ്യുന്നത് പോലെ ഒന്ന് നോക്കൂ. സാർ, ഡോ, ഈ ഫയലും പേപ്പറും ഒക്കെ എടുത്ത് കയറ്റി വെക്കാൻ വേറെ ആരെങ്കിലും വരാനുണ്ടോ? ആ, ചെയ്യിക്കാം സാർ. ഏ ചെയ്യാം സാർ. ചെയ്യുന്നതിനേക്കാൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കലാണല്ലോ നമ്മൾ പോലീസുകാരുടെ പണി. ഞങ്ങൾ ഇങ്ങ് പോന്നു മോളെ. ഇവള് സമ്മതിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ചെയ്താ ഞാൻ എന്ത് ചെയ്യും ഉമ്മ? എന്താടോ ഒന്നുമില്ല സാർ. ഗോഷ്ടി കാണിക്കുന്നു? നമുക്ക് എല്ലാവർക്കും നാളെ ഒരുമിച്ച് പോയി ഡ്രസ്സ് എടുക്കാന്ന് പറ. ഇവളുടെ അഭിപ്രായം തന്നെ എനിക്കും. മൂത്തവളുടെ കല്യാണം കഴിഞ്ഞിട്ട് മതി അനിയത്തിയുടെ, അല്ലെങ്കിൽ രണ്ടാളുടേത് ഒരുമിച്ച്. ഡോ, കാലാട്ടി ഇരിക്കാത്ത തൻ്റെ അച്ചു വീടൊന്നുമല്ല. താൻ ഇവിടെ നിന്ന് ഫയലുകൾക്ക് എടുത്ത് ഷെൽഫിൽ വെക്ക്. ഇല്ലാത്ത കാശ് കടവും ലോണും എടുത്താൽ ഞാൻ ഇത്രയൊക്കെ ഒപ്പിൽ. അതിനിടയിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ച ഞാൻ. സർ, ഞാൻ നേരത്തെ പറഞ്ഞത് ഷഫിനയ്ക്ക് വിഷമമായോ? ഏയ് ഇല്ല സർ. ഹലോ, എങ്ങോട്ടാ? ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർ. ഒരു ചന്ദ്രമോഹൻ എന്ന് പറഞ്ഞാൽ കാണാൻ വന്നിട്ടുണ്ട്. സർ, ആ കാറിൻ്റെ ഓണറാണ്. ആ, നമസ്കാരം സാർ. ഒരു ലേഡി സാറെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു. ആ സാറി തന്നെ വേണോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല, ആരായാലും മതി. തനിക്ക് എത്ര കാറുണ്ട്? സാറേ, 3 കാറുണ്ട്. 3ഉം റെൻറ്റിന് പോയിരിക്കുകയാണ്. ഞാനിപ്പോൾ ടാക്സിക്കാണ് ഇങ്ങോട്ട് വന്നത്. ആ ബ്രൗൺ കാർ രണ്ടിന് കൊടുത്തപ്പോഴാ? സാർ, അത് ചവറയിലുള്ളൊരു സാബു എന്ന് പറഞ്ഞിട്ട് അവനിപ്പോൾ ഒരു 4 മാസമായിട്ട് റെൻറ്റിന് കൊണ്ടുപോയിരിക്കുകയാണ്. ഒരു തടിയിലാണ് ആള്. 2 മാസം റെൻറ്റ് തന്നായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങ് വിളിച്ചിട്ട് ഇന്ന് ആരും ഫോൺ എടുക്കണില്ല സാറേ. സോറി സാർ, ഈ മാന്യം ഫോൺ എടുക്കണില്ല സാറേ. എന്താ തനിക്ക് കാർ വെച്ചുള്ള പരിപാടി എന്താ? വേറൊന്നുമില്ല സാറേ, ഇതൊക്കെ തന്നെ. ഇങ്ങനെ റെൻറ്റ്. കാറിൽ ടാങ്ക് വെച്ചിട്ട് വാറ്റിയാരായം കടത്തലടാ അതിന്റെ പണി. അയ്യോ സാറേ, അവനങ്ങനെ. സാറേ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല സാറേ. നിന്റെ വണ്ടി ഇടിച്ച് IC കിടക്കുന്ന ആളെങ്ങാനും തട്ടിപ്പോയാ നീ അകത്താവും, പറഞ്ഞേക്കാം. സാർ, എൻ്റെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാ? എന്താടോ ഇതൊക്കെ? സാർ, ഇന്ന് എൻ്റെ ഭാര്യയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ തൻ്റേതോ? സോറി സാറേ, എൻ്റെ ഇന്ന് തന്നെയാണ്. ഞാനേ എല്ലാ ഔഷധവും മറന്നു പോകും സാറേ. ആഘോഷങ്ങളൊക്കെ കളറാവുന്നു നല്ലതാ. താങ്ക് യു സാർ. അങ്ങനെയെങ്കിൽ എന്നെ ഒന്ന് ടാക്സി കിട്ടുന്ന സ്ഥലത്തൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറയുകയാണെങ്കിൽ. അതൊന്നും വേണ്ടടോ, തന്നെ അങ്ങോട്ട് വിടാൻ മനസ്സ് വരുന്നില്ല. നമുക്കിന്ന് ഇവിടെ അങ്ങ് ആഘോഷിച്ച് കളയാം. അയ്യോ സാറേ, ചതിക്കല്ലേ സാറേ. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഒഴിവാക്കി തരണം പ്ലീസ്. ഷഫിന, ഇയാളെ നെടുക്കാനുള്ളതൊക്കെ എടുത്തേക്ക്. ശരി സാർ. കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ നിനക്ക് നല്ലത്. സാറേ. മാഡോ, മാഡം,